ഇപ്പൊ ഈ ക്യാൻസറിന്റെ കാര്യത്തില് രണ്ടാമത് ക്യാൻസർ വരുന്നത് ഇപ്പം ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, റേഡിയേഷനും കീമോതെറാപ്പിയും സർജറിയും എല്ലാം ചെയ്ത് സ്കാനൊക്കെ ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ അതേ ടൈപ്പ് ക്യാൻസർ തന്നെ അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ക്യാൻസർ വരുന്നു. അപ്പം പറയുന്നത് ഈ ക്യാൻസർ സെൽസ് ബോഡിയിൽ ഈ പറയുന്ന പോലെ അല്ലാതെയും ഉണ്ടാവാം, പക്ഷെ അതിന് ഒരു ഒത്ത സാഹചര്യം വരുമ്പോൾ ഇതങ്ങ് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ സർജറിയും റേഡിയേഷനും കീമോയും ഇമ്മ്യൂണോതെറാപ്പിയും വെച്ച് എന്തെങ്കിലും അതിന് ഫ്യൂച്ചറിൽ വരാതിരിക്കാനായിട്ട് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്താണ് ഓപ്ഷൻസ്? ഇപ്പോൾ കീമോതെറാപ്പി എടുത്താലും റേഡിയേഷൻ എടുത്താലും ഇമ്മ്യൂണോതെറാപ്പി എടുത്താലും ഒക്കെ അവിടെ ഉള്ള ഗ്രോത്തിനെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ലോജിക്കലി, എനിക്കങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ നമ്മൾ ഇനി എന്തെങ്കിലും ഡോർമെൻ്റ് ആയിട്ട് കിടപ്പുണ്ടോ എന്ന് പറഞ്ഞ് ഒരു ഷോട്ട് എല്ലാം അതൊരു പ്രോട്ടോക്കോളുകൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കിപ്പം ഇപ്പം ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇപ്പം എല്ലാവർക്കും പെറ്റ് സ്കാൻ ചെയ്യാൻ പറ്റില്ല ഫ്രീ ട്രീറ്റ്മെൻറ്റിലാണെങ്കിൽ. അപ്പം ഐഡിയലി ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാൻസർ ആണ് ബയോപ്സിയിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെറ്റ് സ്കാൻ ചെയ്ത് എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കുക എന്നുള്ളതാണ്, സ്റ്റേജിങ് ചെയ്യുക. പക്ഷേ ഞാനത് ഈവൻ ഹയർ എൻഡ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും പല ക്യാൻസറിനും അത് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ സർജറിയും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ സർജറിയിൽ കംപ്ലീറ്റ്ലി ക്ലിയർ ആയി. ഇപ്പോൾ ഞാൻ ഒരു റീസെൻ്റ്ലി കണ്ട ഒരു പേഷ്യൻ്റാണ്, അവർ 7 മില്ലിമീറ്റർ എന്തോ ഉള്ളൂ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സൈസ്, 7 മില്ലിമീറ്റർ 1 സെൻറ്റിമീറ്റർ എന്തോ. അത് നേരത്തെ കണ്ടു. അത് അപ്പം ബയോപ്സി എക്സിഷൻ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ചെയ്തു. അപ്പോൾ അതിനകത്ത് ക്യാൻസർ ആണെന്ന് കണ്ടു. അവർ എക്സിഷൻ ബയോപ്സി ചെയ്തു. അത് കണ്ടുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇപ്പോഴത്തെയൊക്കെ ഉണ്ടല്ലോ ഫ്രോസൺ സെക്ഷനൊക്കെ വെച്ചിട്ട് നമുക്ക് ക്ലിയറൻസ് കിട്ടുന്നുണ്ട്. 2 സെൻറ്റിമീറ്റർ ക്ലിയറൻസ് കിട്ടണം എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. അതും കിട്ടി. ബെസ്റ്റ് വലിയ എന്താണ് മറ്റേ ഏറ്റവും ബെസ്റ്റ് റിപ്പോർട്ടാണ്. അതായത് HER2 നെഗറ്റീവാണ്, ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ പോസിറ്റീവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടിൽ പോലും ഈ ക്ലിയറൻസും കഴിഞ്ഞിട്ടും ബ്രസ്റ്റിന് റേഡിയേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.